UGP മേജർ ഫിസിക്സിലെ പൈത്തൺ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കാറ്റഗറൈസേഷൻ ഓഫ് ഡാറ്റ ഐറ്റംസിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് വിളിക്കുന്നത്. പൈത്തൺ ഡാറ്റ ടൈപ്സ് ഒരു 5 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ന്യൂമറിക്, ഡിക്ഷണറി, ബൂളിയൻ, സെറ്റ്, സീക്വൻസ് ടൈപ്പൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ന്യൂമറിക്കിൽ വരുന്നതാണ് ഇൻറ്റീജർ, കോംപ്ലക്സ് നമ്പർ, ഫ്ലോട്ട് എന്ന് പറയുന്നത്. ദെൻ സീക്വൻസ് ടൈപ്പിൽ വരുന്നതാണ് സ്ട്രിങ്സ്, ലിസ്റ്റ്, ടപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കണം കേട്ടോ. ശേഷം നമ്മളിപ്പോൾ പറയുന്നത് ന്യൂമറിക് സെക്ഷനിലെ എന്തൊക്കെയാണ്? ഇൻറ്റീജർ, കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, ദർ ആർ 3 ന്യൂമറിക് ടൈപ്സ് ഇൻ പൈത്തൺ. ഇൻറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻറ്റീജർ നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്ത് വരാനാണ് ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് ഡെസിമൽ നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്ത് കിട്ടാനാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്ത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലക്സ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് x=1, y=2.8, z=1j എന്ന് പറഞ്ഞിട്ട്. പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആ ടൈപ്പ് ഫംഗ്ഷൻ ആണ്. ഏത് ടൈപ്പാണെന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, x=1 എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട് ഒരു ഇൻറ്റ് ആണെന്നുള്ളത്. ദെൻ 2.8 ഡെസിമൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് വിളിക്കുന്നത്. പോയിൻ്റ് വാല്യൂസ് എല്ലാം എന്തിൽ വരും? ഫ്ലോട്ടിൽ വരും. ഇൻറ്റീജർ വാല്യൂസ് ഇൻറ്റിൽ വരും. ദെൻ ij എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണല്ലേ, അപ്പോൾ അത് കോംപ്ലക്സിലും വരും. ഓക്കെ, ദെൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീജർ അല്ലെങ്കിൽ വോൾ നമ്പറാണ്. അതിൽ പോസിറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പറൊക്കെ പെടും. പക്ഷേ എന്ത് പെടില്ല? ഡെസിമൽ നമ്പേഴ്സ് പെടില്ല. ഓക്കെ, കണ്ടോ? ഇതെല്ലാം ഇൻറ്റാണ്. നെഗറ്റീവ് വാല്യൂസും ഇൻറ്റ് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്ലോട്ട്. ഇതിൽ പോയിൻ്റ് വാല്യൂസാണ് വരുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവാം, പക്ഷെ അതെന്തായിരിക്കണം? ഡെസിമൽ നമ്പർ ആയിരിക്കണം. കണ്ടോ? ഇതെല്ലാം ഫ്ലോട്ടാണ്. ദെൻ നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പറാണ്. റിട്ടേൺ വിത്ത് എ ജെ ആസ് ആൻ ഇമാജിനറി പാർട്ട്. ഇതും നമ്മൾ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം കോംപ്ലക്സ് ആണെന്നാണ് പറയാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇതാണ്, ടൈപ്പ് കൺവേർഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ x=1 എന്ന് പറയുന്നത് ഇൻറ്റ് ആണെന്ന് പറഞ്ഞു, y=2.8 എന്ന് പറയുന്നത് ഫ്ലോട്ട് ആണെന്ന് പറഞ്ഞു, z=1j എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണെന്നും പറഞ്ഞു. ഓക്കെ, നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്? കൺവേർട്ട് ചെയ്യാൻ പോവാണ്. a ഫ്ലോട്ട് ഓഫ് എക്സ്. അത് എ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്തത് ഇൻറ്റീജർ ആയിട്ടാണ്. അതിനെ ഇനി ഫ്ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്ത്? a ഫ്ലോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എക്സിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്? ഫ്ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ ഈ ഹാഷ് കൺവേർട്ട് ഫ്രം ഇൻറ്റ് ടു ഫ്ലോട്ട് എന്ന് പറയുന്നത് കമൻ്റാണ്. അത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അത് കമൻ്റാണ്. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതാണ് ആഷ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, b=int of y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഡെസിമൽ നമ്പറാണ് y എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ടാണ് y എന്ന് പറയുന്നത് അല്ലേ? അതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റാൻ പോവാണ്? ഇൻറ്റീജർ ആക്കിയിട്ട് മാറ്റാൻ പോവാണ്. എങ്ങനെ? b=int of y എന്ന് പറഞ്ഞിട്ട് അതിനെ ഇൻറ്റീജർ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സെയിം തന്നെയാണ് കോംപ്ലക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതും. എക്സ് ഇൻറ്റീജർ ആണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോംപ്ലക്സ് നമ്പർ ആക്കാൻ വേണ്ടി പോവാണ്. കണ്ടോ? ഫസ്റ്റ് 1.0 1 എന്നുള്ളത് 1.0 എന്നായിട്ട് മാറി. എന്താണ്? 2.8 എന്ന് പറയുന്ന ഫ്ലോട്ട് നമ്പറിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റി? ഇൻറ്റീജർ ആക്കിയിട്ട് മാറ്റി. എങ്ങനെ? 2 എന്നാക്കിയിട്ട് മാറ്റി. പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് നമ്മൾ അവിടെ കളഞ്ഞിട്ട് 2 ഇൻറ്റീജർ ആക്കിയിട്ട് മാറ്റി. ദെൻ തേർഡ് വൺ എന്തായിരുന്നു? 1 എന്നുള്ള ഇൻറ്റീജറിനെ കോംപ്ലക്സ് നമ്പർ ആക്കിയിട്ട് മാറ്റി. എങ്ങനെ? 1+0j എന്ന് പറഞ്ഞിട്ട് മാറ്റി. ഇതിന് ടൈപ്പ് പ്രിൻറ്റ് ചെയ്യാനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്, പ്രിൻറ്റ് ടൈപ്പ് ഓഫ് വൈ, പ്രിൻറ്റ് ടൈപ്പ് ഓഫ് ഇസഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതാണ് അത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടിൽ കാണുന്നത്. എന്ത്? ഫസ്റ്റ് വൺ ഫ്ലോട്ടായിട്ട് മാറി, സെക്കൻഡ് വൺ ഇൻറ്റായിട്ട് മാറി, തേർഡ് വൺ കോംപ്ലക്സ് ആയിട്ട് മാറി. ക്ലാസ് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അത് എന്തിൻ്റെ ഔട്ട്പുട്ടാണ്? പ്രിൻറ്റ് ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ടാണ്. പ്രിൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് വന്നത്? 1.0 ആണ് വന്നത്. ഓരോന്നിൻ്റെയും ഔട്ട്പുട്ട് എന്താണ്, നമ്മൾ എന്താണ് കൊടുക്കുമ്പോൾ എന്താണ് വരിക എന്നുള്ളതെല്ലാം ശ്രദ്ധിച്ച് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ദെൻ റാൻഡം നമ്പർ. ഇത് ജസ്റ്റ് നമ്മൾ റാൻഡം നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കമാൻഡ് നോക്കുക. പ്രിൻറ്റ് റാൻഡം ഡോട്ട് റാൻഡ്
റേഞ്ച് 1,10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് പാരാന്തസിസിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, 1 മുതൽ 10 വരെയുള്ളതിൽ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യും. നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഒരു റാൻഡം നമ്പർ ഒരു 6 ആണ് അവിടെ പ്രിൻ്റ് ചെയ്ത് വന്നത്. അങ്ങനെ റാൻഡം ആയിട്ട് പ്രിൻ്റ് ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത്. ദെൻ ഇങ്ങനെ എക്സസൈസൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാം കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ഇൻ പൈത്തൺ ആർ സറൗണ്ടഡ് ബൈ ഏതർ സിംഗിൾ കൊട്ടേഷൻ മാർക്സ് ഓർ ഡബിൾ കൊട്ടേഷൻ മാർക്സ്. അതായത് ഒരു വേർഡ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ സിംഗിൾ കൊട്ടേഷനുള്ളിൽ ഇടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡബിൾ കൊട്ടേഷനുള്ളിൽ ഇടണം, അല്ലെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്ത് വരില്ല. ഓക്കെ, ഫോർ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹലോ പ്രിൻറ്റ് ചെയ്ത് വരാനായിട്ട് ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, സിംഗിൾ കോട്ട്സും യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഔട്ട്പുട്ട് വരും. ഇതിൻ്റെ സിംഗിൾ കോട്ട്സ് ഞാൻ കളഞ്ഞാൽ എന്ത് വരും നോക്കാം. കണ്ടോ, ഫസ്റ്റിലെ ഡബിൾ കോട്ട്സ് കൊടുത്തത് അവിടെ ഹലോ എന്ന് വന്നു, ബട്ട് രണ്ടാമത് ഞാൻ കൊടുത്തത് എന്തായിട്ട് വന്നു, എററായിട്ട് വന്നു. സോ കൊട്ടേഷൻ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കൊട്ടേഷൻ ഇൻസൈഡ് കോഡ്സ് ഇതൊക്കെ സെയിം സംഭവം തന്നെയാണ്. ദെൻ അസൈൻ സ്ട്രിങ് ടു എ വാരിയബിൾ, ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, A = ഹലോ എന്ന് കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഹലോ എന്ന് വരും. സിമ്പിളല്ലേ ഇത്. ദെൻ മൾട്ടി ലൈൻ സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ കുറേ ലൈൻസ് എന്ത് ചെയ്യാണ്, നമ്മൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഇടുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, 3 ഡബിൾ കൊട്ടേഷൻ അല്ലെങ്കിൽ 3 സിംഗിൾ കൊട്ടേഷൻ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുക്കുക. ശേഷം നമ്മൾ പ്രിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം അവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതിനെയാണ് മൾട്ടി ലൈൻ സ്ട്രിങ്സ് എന്ന് വിളിക്കുന്നത്. സ്ട്രിങ്സ് ആർ അറേസ്. പൈത്തണിലും മറ്റ് പ്രോഗ്രാമിലെ പോലെ പൈത്തണിലും എന്തുണ്ട്, അറേസ് ഉണ്ട്. ഓക്കെ, ഇതിലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് കൊടുത്തിട്ട് ആ സ്ട്രിങ്ങിൻ്റെ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലെറ്റർ ഇരിക്കുന്നത് 0 എന്ന് പറയുന്ന പൊസിഷനിലാണ്, അതായത് H ഇരിക്കുന്നത് 0 എന്ന് പറയുന്ന പൊസിഷനിൽ, E ഇരിക്കുന്നത് 1 എന്ന് പറയുന്ന പൊസിഷനിൽ, L എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പൊസിഷനിൽ, അങ്ങനെയാണ് പോകുന്നത്. 0 1 2 3 എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് A എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ ശ്രദ്ധിക്കുക. ബ്രാക്കറ്റൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരില്ല, ഔട്ട്പുട്ട് വരില്ല. ഓക്കെ, A(1) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആര് വരും, E ആണ് പ്രിൻറ്റ് ചെയ്ത് വരിക. നോക്കാം, അതായത് H ഇരിക്കുന്നത് എവിടെയാണ്, 0 എന്ന് പറയുന്ന പൊസിഷനിലാണ്. നമുക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കാണാം, 0th പൊസിഷനിൽ ഇരിക്കുന്നത് ആരാണ്, H ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ looping through a string. Since strings are arrays, we can loop through the characters in a string with a for loop. Okay, for x in banana full colon, then print x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബനാന നമുക്ക് വെർട്ടിക്കലി പ്രിൻറ്റ് ചെയ്ത് കിട്ടും. കണ്ടോ, ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അതൊരു ലൂപ്പ് ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്ട്രിങ് ലെങ്ത് ആണ്. അതായത് ഒരു സ്ട്രിങ് നമ്മൾ കൊടുത്തു, ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് len of a എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ആണ്. ദെൻ ചെക്ക് സ്ട്രിങ്. ടു ചെക്ക് ഇഫ് എ സർട്ടൻ ഫ്രേസ് ഓർ ക്യാരക്ടർ ഈസ് പ്രസൻറ്റ് ഇൻ എ സ്ട്രിങ് വി ക്യാൻ യൂസ് ദ കീവേഡ് ഇൻ. അതായത് നമ്മളൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ദ ബെസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് ആർ ഫ്രീ എന്ന് പറഞ്ഞിട്ട്, അതിൽ ഫ്രീ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിൻറ്റ് ഫ്രീ ഇൻ ടെക്സ്റ്റ്. ഓക്കെ, ട്രൂ എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ഫ്രീ ആ ടെക്സ്റ്റിൽ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ചെക്ക് ഈഫ് നോട്ടാണ്. എക്സ്പെൻസീവ് എന്ന് പറയുന്ന വേർഡ് നോട്ട് ഇൻ ദ ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിലില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ട്രൂ ആണ്, അതിലില്ല. എക്സ്പെൻസീവ് എന്ന് പറയുന്ന വേർഡ് ആ ഒരു ടെക്സ്റ്റിലില്ല. ഓക്കെ, അത്രയാണ് ഇതിൽ വരുന്നത്, ചെക്ക് ഈഫ് നോട്ടിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്ലൈസിങ് ആണ്. അതായത് യു ക്യാൻ റിട്ടേൺ എ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ബൈ യൂസിങ് ദ സ്ലൈസ് സിൻടാക്സ്. സ്ലൈസിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇവിടെ 2 5 എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് പൊസിഷൻ 2 മുതൽ 5 പ്രിൻറ്റ് ചെയ്യില്ല, 4 വരെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ആരൊക്കെയായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്, അപ്പോൾ H വരില്ല. ദെൻ E വരില്ല, E 1 ആണ്. ദെൻ L അതായത് 2 3 0 എന്ന് പറയുന്നത് 4th പൊസിഷനിലുള്ള ആളാണ്, അപ്പോൾ
LLO എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്ത് വരും. 5th പൊസിഷനിലുള്ള ആൾ പ്രിൻ്റ് ചെയ്ത് വരില്ല. ഓക്കെ, ദെൻ സ്ലൈസ് ഫ്രം ദ സ്റ്റാർട്ട്. ഫസ്റ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ ലീവ് ചെയ്തിട്ട് ഫുൾ കോളൻ 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്ത് വരും? സ്റ്റാർട്ടിങ് മുതൽ 4th പൊസിഷൻ വരെയുള്ള ആളുകൾ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, അതായത് 0, 1, 2, 3, 4 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ദെൻ സ്ലൈസ് ടു ദ എൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? 2th പൊസിഷൻ, 2ാമത്തെ പൊസിഷൻ മുതൽ എന്ത് ചെയ്യും? അവസാനം വരെ എന്ത് ചെയ്യും? പ്രിൻ്റ് ചെയ്ത് വരും. കണ്ടോ? 0, 1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള എച്ചും ഇയും ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നെഗറ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് നെഗറ്റീവ് ഇൻഡെക്സസ് ടു സ്റ്റാർട്ട് ദ സ്ലൈസ് ഫ്രം ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്. എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അതായത് -5 -2 എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് നിന്നാണ് കൗണ്ട് ചെയ്യുന്നത്. അതിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തിട്ടുണ്ട്, അതാണ് -1 എന്ന് പറയുന്നത്. D ആണ് -2, അത് പ്രിൻ്റ് ചെയ്യില്ല. ദെൻ ആരൊക്കെയാണ് പ്രിൻ്റ് ചെയ്യുക? LRO എന്ന് പറയുന്ന -3, -4, -5 എന്ന് പറയുന്ന അവരാണ് പ്രിൻ്റ് ചെയ്ത് വരിക. അതാണ് ORL എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ -2 പ്രിൻ്റ് ചെയ്ത് വരില്ല. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ദെൻ എക്സസൈസ് എല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.